അപ്പോൾ നമ്മളിവിടെ ബസ് ഇറങ്ങിയിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കൂട്ടി നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അധികം നേരം ഇവിടെ ക്യൂവിലൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അവിടെ തന്നെയാണ് നേരെ കാണുന്ന അവിടെ തന്നെയാണ് ക്യൂ വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ നേരെ നടക്കുകയാണ്. നേരെ നടന്നിട്ട് ഈ ഒരു നമ്മുടെ ഈ ഒബ്സർവേഷൻ വീലിന് ഏകദേശം 60 മീറ്ററോളം നീളമുണ്ട്, അതായത് ഉയരം. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എൻറ്റയർ ഹോങ്കോങ് സെൻട്രലിൻ്റെ അതുപോലെ തന്നെ TSTയുടെ ഒരു ഭാഗത്തിൻ്റെയൊക്കെ നല്ല അടിപൊളി വ്യൂ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല, നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നമുക്ക് ഇതിൻ്റെ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്ത് നിന്ന് കഴിഞ്ഞാൽ മുകളിലത്തെ വ്യൂ ഒക്കെ അടിപൊളിയായിട്ട് കാണാം. അപ്പോൾ കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവാണ്. അപ്പോൾ എന്നാലും കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇപ്പോൾ ഇത് ഈ ഒരു ബോക്സിനെ പറയുന്ന പേര് ഗുണ്ടോളാസ് എന്നാണ്. അപ്പോൾ നമ്മുടെ ഗുണ്ടോളയാണിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഏകദേശം 7 പേരാണ്, നമ്മളുടെ ഇപ്പോൾ ഉള്ളത് 7 പേരാണുള്ളത്. ഇനിയിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 റൊട്ടേഷൻ 2 റൊട്ടേഷൻ ആ രീതിയിലാണ് കിട്ടുക. ചില ടൈമിൽ 3 ആവും, ചില ടൈമിൽ 2 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ റൊട്ടേഷൻ വരുന്നത്. അപ്പോൾ ഏതായാലും സ്റ്റാർട്ട് ചെയ്തു, ജസ്റ്റ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ല, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഹാർബറും അതുപോലെ തന്നെ അപ്പുറത്ത് കാണുന്നത് നമ്മുടെ TST ആണ്, സിംഷാത്സുയി. അപ്പോൾ അതും എല്ലാം കൂടി എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒബ്സർവേഷൻ വീലിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുന്നതിൻ്റെ ഫുട്ടേജ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരെ സെൻട്രൽ മാർക്കറ്റിലേക്കാണ് പോണത്. അത് ഇവിടെ നിന്ന് ഡയറക്റ്റ് ബസ് കിട്ടും അങ്ങോട്ട്. 25 എന്ന് പറഞ്ഞിട്ടൊരു ബസ് ഉണ്ട്. ആ ബസ് ഡയറക്റ്റ് കയറിയാൽ മതി, നേരെ അങ്ങോട്ട് എത്തും. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മളിപ്പോൾ സെൻട്രൽ മാർക്കറ്റിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇവിടേക്കുള്ള വണ്ടി കയറി. വണ്ടിയിൽ ഇരുന്നിട്ട് നമുക്ക് ഫുട്ടേജ് എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വണ്ടികൾക്കൊരു പ്രത്യേകത ഉണ്ട്. വണ്ടി എടുക്കുന്നതും അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്യുന്നതും ഭയങ്കര ഫാസ്റ്റായിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ടൈം ഞാൻ എടുക്കാൻ നോക്കിയപ്പോൾ തന്നെ എൻ്റെ ഫോണും എല്ലാം കൂടി നിലത്തേക്ക് വീണു. അപ്പോൾ അതായത് പിന്നെ ഞാൻ ആ പരിപാടി നിർത്തി. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ മുന്നിലുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. എനിക്കെന്തായാലും നന്നായി വിശക്കുന്നുണ്ട്. അപ്പോൾ എന്താ കിട്ടുക നോക്കാം. അപ്പോൾ നമ്മൾ നേരെ സെൻട്രൽ മാർക്കറ്റിലേക്ക് കിടക്കുകയാണ്. ഈ സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയുന്നത് 1842 ബ്രിട്ടീഷുകാർ പണിതതാണിത്. അന്നത്തെ കാലത്ത് ഇവിടേക്ക് നന്നായിട്ട് ചൈനീസ് കുടിയേറ്റുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഈ കരകൗശല വിദഗ്ധർക്കും ഭക്ഷ്യവ്യാപാരികൾക്കും വേണ്ടിയിട്ടാണ് ആദ്യം ഈ ഒരു സെൻട്രൽ മാർക്കറ്റ് ഇവർ പണി കഴിപ്പിച്ചത്. ഈ സെൻട്രൽ മാർക്കറ്റിൻ്റെ ആദ്യം പേര് കാൻറ്റോൺ ബസാർ എന്നായിരുന്നു. അതിനുശേഷം 93 ഈ ഒരു പേര് മാറ്റിയിട്ട് സെൻട്രൽ മാർക്കറ്റ് എന്ന പേരിലേക്ക് നാമകരണപ്പെട്ടത്. പിന്നെ അതിനുശേഷം 2009-10 കാലയളവിലാണ് ഈ ഒരു സെൻട്രൽ മാർക്കറ്റ് കംപ്ലീറ്റ്ലി റീഇന്നോവേറ്റ് ചെയ്തത്. ആദ്യം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു, അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഈ സെൻട്രൽ മാർക്കറ്റിൽ ഏകദേശം 300-ൽ പരം കടകളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സുവനൈറാണെങ്കിലും ക്രാഫ്റ്റ്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എന്ത് ഡ്രസ്സ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ കിട്ടും. പിന്നെ ഫ്രഷ് സീ ഫുഡ്, അതുപോലെ ഫുഡ് ഐറ്റംസും എല്ലാം തന്നെ ഈ സെൻട്രൽ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു സാധനത്തിന് നമുക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് നന്നായി വിശക്കുന്നുണ്ട്. ഇവിടെ ഒരു കട കാണുന്നുണ്ട്. അപ്പോൾ എന്താ അവിടെ ഉള്ളത് നോക്കാം. ഇതൊക്കെയാണ് ഇവിടുത്തെ ഐറ്റം. എല്ലാ ഐറ്റത്തിനും പ്രൈസ് യോഗട്ടാണെന്നുണ്ടെങ്കിൽ $32, അതായത് ഒരു $320. പിന്നെ ഗ്രേപ്പ് സോഡയ്ക്ക് ആണെങ്കിൽ 34. അങ്ങനെ ഓരോ ഐറ്റത്തിനും ഓരോ റേറ്റ്. പിന്നെ കൂടുതൽ തന്നെ ഉണ്ട്. ഷുഗർ ലെവലൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം എങ്ങനെയാണ് വേണ്ടതെന്ന്. അതാണ് ഇവിടെ ഒരു കാർഡ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോപ്പസിൻ്റെ കാർഡ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മുടെ
എൻ്റെ കയ്യിലിപ്പോഴുള്ള ക്രെഡിറ്റ് കാർഡോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ആക്സെപ്റ്റ് ചെയ്യില്ല. ഭാഗ്യത്തിന് ഇതിൽ കാശുണ്ടായിരുന്നു, ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടുപോയനെ. ഇപ്പം നമ്മുടെ റൈസ് യോഗട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു സ്ട്രോയും ഒരു ടിഷ്യൂവും കൂടി എടുക്കാം. നമുക്കിപ്പോൾ ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആ റൈസ് യോഗട്ട്. ഇത് നമ്മുടെ നാട്ടിൽ ഈ ലസ്സിയൊക്കെ ഉണ്ടല്ലോ, ഏകദേശം അതേ ടേസ്റ്റ്, ഒരു വ്യത്യാസമില്ല. പക്ഷെ ഇതിൻ്റെ അടിയിൽ എന്തൊക്കെയോ ഐറ്റംസ് താഴെ ഇവരിട്ടിട്ടുണ്ട്, അതെന്താണെന്ന് അറിഞ്ഞൂടാ. ചിലപ്പോൾ അടിയിലേക്ക് എത്തുമ്പോഴേ അറിയുണ്ടാവുള്ളൂ. ബാക്കി ഒരു വിധം ഒരു ചെറിയൊരു മധുരം ഒക്കെ ആയിട്ടുള്ള കറക്റ്റ് ആ യോഗട്ടിൻ്റെ മറ്റെന്താ പറയുക നമ്മുടെ ആ ലസ്സിയുടെ അതേപോലെ തന്നെ. അപ്പോൾ നമ്മൾ നേരത്തെ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ എന്താണ്, ഇതിൻ്റെ അടിയിൽ സ്റ്റിക്കി റൈസാണ്. അപ്പോൾ അതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു. പക്ഷേ എന്താ പറയുക, ഇത് രണ്ടും കൂടി വരുമ്പോൾ കഴിക്കാൻ കുറച്ച് പാട്ടുണ്ട് ഇടയ്ക്ക്. പക്ഷേ എന്താ പറയുക, ആ ഒരു ലസ്സി ടേസ്റ്റ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ലസ്സിയൊക്കെ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടും, നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ആ ലസ്സി തന്നെയാണ് കഴിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക്, ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ, പർച്ചേസ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പ്രകാരം ഷോപ്പുകളുണ്ട്. ഉണ്ടോ, ഇതൊരു ഷോപ്പാണ്. എന്ത് സംഭവം എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുന്ന നന്നായിരിക്കും. പിന്നെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, അത് ഇത് കോഫിയുടെയാണ്, കോഫി ഐറ്റംസാണ് ഇവിടെ. എന്തോ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആ പെയിൻറ്റിങ് ആണ് കേട്ടോ, കറങ്ങുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഒരു പെയിൻറ്റിങ് ആണ്, വാട്ടർ പെയിൻ്റാണെന്ന് തോന്നുന്നു. അതെ, വാട്ടർ പെയിൻ്റ് അല്ലേ. ഇനി നമ്മൾ നേരെ മുകളിലേക്ക് കയറുകയാണ്. മുകളിൽ റെസ്റ്റോറൻറ്റ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ സാധാ കടകളുമുണ്ട്. അപ്പോൾ നമ്മൾ നേരെ മുകളിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ ഇത്രയും ഐറ്റംസാണുള്ളത്. ഫുഡ് സെൻറ്ററിൽ കുറേ ഐറ്റംസ്. ഈ മൊമോസ് അങ്ങനെയുള്ള ഐറ്റംസാണ് കേട്ടോ. ബ്ലൂമി അപ്പോൾ ഈ സെൻട്രൽ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഐറ്റംസും കിട്ടും. എന്താ പറയുക, ലേഡീസ് ഐറ്റംസും ജെൻസിൻ്റെ ഐറ്റംസും എല്ലാം. ഒരു സാധനത്തിന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് സെൻട്രൽ മാർക്കറ്റിൻ്റെ വ്യൂസ്. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.